ഹലോ പ്രിൻസിക്കാണേ, എന്താ പരിപാടി? 2 ദിവസം കഴിഞ്ഞ് ശനിയാഴ്ചയായി. അപ്പോൾ ചാർജായി നിൽക്കെല്ലാവരും. അപ്പോൾ നമുക്ക് ചെറിയൊരു വീഡിയോ ഇരിക്കുക. എന്തിനാണ് നീ രാവിലെ തന്നെ നോക്കി നിൽക്കണേ? നിനക്ക് വല്ല പണിക്കും പോയി ജീവിച്ചോ. വീട്ടില് രാവിലെ ആയിട്ട് കഴിഞ്ഞാൽ പട്ടിയും പൂച്ചയും ഒരു കാഴ്ചകളെ പോലെയാ. ഇതേ നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് പോണ ഒരുത്തനാ. ഇവന്റെ വീട് പോലെ വന്ന വശം പുറത്തേക്ക് നോക്കുന്നത്. ഞാൻ വിളിച്ചാൽ ഓടി വരും. എന്നോട് സ്നേഹമൊന്നുമല്ല, എന്തെങ്കിലും മിണുങ്ങണ്ടേ? രാവിലെ അല്ലേ, വെറുമായിട്ടല്ലേ നിൽക്കണ്ടാവുക. കാലത്തന്നെ ഞാൻ പരിപാടി തുടങ്ങി. അമ്മയുടെ മുതിരിയും പപ്പടവും പിന്നെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഒപ്പത്തിന്റെ കാലത്ത് ഭക്ഷണം കഴിച്ചിട്ടാ. അമ്മ എന്റെ തൊട്ടപ്പുറത്തിരിക്കണ്ട. അമ്മ എന്നെ മൈൻഡ് ഇടുന്നില്ല. അമ്മയുടെ ശ്രദ്ധ മൊത്തം ഈ സീരിയലിലേക്കായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് വശത്തപ്പോ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു തൃശ്ശൂർക്ക് നളന്ത ഹോട്ടലിലേക്ക്. അയ്യോ, അവിടെ ഉച്ചയ്ക്ക് എന്ത് തിരക്കാന്നറിയോ? ടോക്കൺ കിട്ടിയിട്ടും പൈസ കൊടുത്തിട്ട് 5 മിനിറ്റ് അവിടെ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടോ. അത്രയും തിരക്കായിരുന്നു അവിടെ. ഭാഗ്യത്തിന് 5 മിനിറ്റ് നിൽക്കട്ടോ എന്നുള്ള, അല്ലെങ്കിൽ എത്ര നേരം നിൽക്കണം അറിയോ? വിശന്നിട്ടൊക്കെ പോയെങ്കിൽ ഒന്നും പറയണ്ട, നല്ല തിരക്കാവും. അങ്ങനെ ഇല വന്നു. കൈപ്പക്ക വെച്ചിട്ട് ഒരു ചാറുകറി ഉണ്ട്, പിന്നെ മുരിങ്ങയിലുണ്ട്, പിന്നെ ഒരു ഉപ്പേരി ഉണ്ട്, ഒരു അച്ചാറുണ്ട്. നമ്മുടെ കച്ചത്തിന് പ്രായമുള്ള ഒരാളാട്ടാ അവിടെ സാമ്പാറും പപ്പടം കൊണ്ട് നടക്കുന്നത്. ചോറിന് കഴിയാറപ്പോൾ ഇങ്ങനെ 2 സാധനം കൊണ്ടുവന്നിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 പായസം തന്നു. പക്ഷെ ഒരു മോരും ഒരു പായസമാണ് അത്. നല്ല ഫുഡായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽഫായിട്ട് തന്നെ എടുത്തിട്ട് അവിടുത്തെ വേസ്റ്റിൽ കൊണ്ടുവരണം. ഓക്കെ, ഞായറാഴ്ച നളന്ത ഹോട്ടല് മുടക്കാണ്. ആരും ഭാഗത്തേക്ക് വരണ്ട. വഴി നമ്മുടെ പഴയ നടക്കാവിന് അടിയിലേക്ക് ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ ലെഫ്റ്റിലാണ് ഹോട്ടൽ വരുന്നത്. നല്ല ഹോട്ടലാട്ടാ. അങ്ങനെ ഹോജാമുക്കുന്ന ഒരു ഹോർലിക്സും ഒരു സുഗിയനെ കഴിച്ചിട്ട് ഞാൻ നൈസായിട്ട് പിരിഞ്ഞു. പാട്ടത്തേല് കാണാം.